എന്താ ചേട്ടി, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഇല്ല ചേച്ചി, പാവക്കുട്ടി കരയുമ്പോ പപ്പുവിനൊന്ന് കാണുന്നതായിരുന്നു. ചേച്ചി, ഇന്ന് എന്താണ് കളിക്കണ്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിട്ടി ഡോക്ടർ ഡോക്ടർ, അതിലേ ഞാനാണ് ഡോക്ടർ, ചേച്ചി നേഴ്സ്, നമ്മുടെ പാവക്കുട്ടിയാണ് രോഗി. പാവക്കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ വരുന്നില്ല. ഇന്ന് വൈകുന്നേരം അപ്പൂപ്പൻ നമ്മളെ എല്ലാം ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പു നമ്മുടെ കൂടെ കളിക്കാൻ വന്ന പപ്പുവിനെയും കൂടെ കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പാവക്കുട്ടീനെ നോക്കിക്കോളാം. ഐസ്ക്രീമിന് വേണ്ടി അതെങ്കിലും ചെയ്യണ്ടേ? എങ്ങനെ 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 കിട്ടിക്ക് വേണ്ടി ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേന്ന്. അതാണ്. ഹലോ ഡോക്ടർ. ആ വരൂ പപ്പു. എന്ത് പറ്റി? എന്റെ കുട്ടി ഭയങ്കരമായി കരയുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. ഒന്നുകിൽ ഇതിന്റെ കരച്ചിലൊന്ന് നിർത്തണം, ഇല്ലെങ്കിൽ എന്റെ കാതങ്ങ് അടച്ചേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. മിസ്റ്റർ പപ്പു, കുട്ടികൾക്ക് വയ്യാതായ ഇങ്ങനെയൊക്കെ തന്നെയാ, അവര് കരയും. അങ്ങനെയാണെങ്കിൽ ഈ കാതങ്ങ് ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. കുട്ടിയെ നോക്ക്. എന്ത് മനുഷ്യരാ നിങ്ങളൊക്കെ. തുടങ്ങാം. നേഴ്സ് കൺമണി, ആദ്യം തന്നെ ഈ വെയിൻ മെഷീനിലെ പാവക്കുട്ടിയുടെ ഭാരം ഒന്ന് നോക്കാം. 1 കിലോ. ഇനി കുട്ടിയുടെ ഉയരം നമുക്ക് നോക്കാം. 30 സെന്റിമീറ്റർ. നേഴ്സ്, ആ ടോർച്ച് ഒന്ന് എടുത്തേ. കുട്ടി വായി തുറക്കൂ. ഐസ്ക്രീം ഐസ്ക്രീം. ഐസ്ക്രീം ഐസ്ക്രീം. അടുത്തത് നേഴ്സ്, ആ വയർ ഡോക്ടർ, അത് വയറല്ല, സ്റ്റെതസ്കോപ്പ് ആണ്. ഇതിലേ ഹൃദയമിടിപ്പ് കേൾക്കാൻ പറ്റും. ഹായ്, എനിക്കറിയാം എനിക്കറിയാം. പെർഫെക്റ്റ്. ഡോക്ടർ, ഈ ഓട്ടോസ്കോപ്പ് വെച്ച് കാതൊന്ന് പരിശോധിച്ചേക്ക്. വെരി ബാഡ് വെരി ബാഡ്. ചെവിയിൽ നിറച്ച് വേക്സ് ആണ്. ഇയർ ഡ്രോപ്സ് കുട്ടിയുടെ ചെവിയിൽ 2 പ്രാവശ്യം ഒഴിക്കുക ഡോക്ടർ. അടുത്തത് സിസ്റ്റർ, ആ ട്യൂബ് ഒന്ന് എടുക്കൂ. ഡോക്ടർ, ഇത് തെർമോമീറ്റർ ആണ്. എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യാന്നറിയോ? ശരീരത്തിലെ ടെമ്പറേച്ചർ നമുക്ക് ചെക്ക് ചെയ്യാം. 102 ഡിഗ്രി പനിയോ? നല്ല പനി. പേടിക്കണ്ട കേട്ടോ, ഈ മരുന്ന് കുടിച്ചാ എല്ലാതും ശരിയാവട്ടോ. സിസ്റ്റർ, ആ സിറിഞ്ച് ഒന്ന് എടുത്തു തരൂ. ഡോക്ടർ, ഈ സിറിഞ്ചില് സൂചി ഇല്ലല്ലോ. കുട്ടികൾക്കെല്ലാം വേദനയ്ക്കില്ലേ? പാവോ, അതുകൊണ്ട് സൂചി ഞാൻ വലിച്ചെറിഞ്ഞു. കുട്ടി ഇപ്പോ ഉഷാറായി. ഈ ഡോക്ടർ എന്താ കുട്ടികളെ പോലെ മരുന്ന് ചിട്ട എഴുതുന്നത്? ഈ മരുന്ന് കഴിച്ചാ മതി, കുട്ടി എപ്പോഴും ആരോഗ്യമായിരിക്കും. ചിട്ടി, നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നേ? ഡോക്ടർ മാമനാണ് എല്ലാം പറഞ്ഞു തന്നത്. എന്റെ ചിട്ടി സൂപ്പർ അല്ലേ, എന്റെ സുന്ദര കുട്ടൻ. ഐസ്ക്രീമും വേണ്ട, പാവക്കുട്ടിയും വേണ്ട. കൺമണി, ചിട്ടി, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകാം. പപ്പു, നമ്മള് കൊണ്ടുപോവില്ലാന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കായിരിക്കോ? ഞാൻ അങ്ങനെയല്ല